ഒപ്റ്റമം 14 കുട്ടികളുടെ അമ്മയായ നാത്യ സുലൈമാന്റെ വിവാദ ജീവിതം. ഒരു സ്ത്രീ ഒറ്റ പ്രസവത്തിൽ 8 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ആകെ 14 കുട്ടികളുടെ അമ്മ. ലോകം മുഴുവൻ ഞെട്ടിയ ഒരു സംഭവം. പക്ഷേ ഇത് ഒരു അദ്ഭുത കഥയോ അതോ ഒരു ഭീകര വിവാദത്തിന്റെ തുടക്കമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒപ്റ്റമം എന്ന പേരിൽ ലോക പ്രശസ്തയായ നാത്യ സുലൈമാന്റെ ജീവിതത്തെക്കുറിച്ചാണ്. നാത്യ സുലൈമാൻ ആരാണ്? നാത്യ ഡെനിസ് സുലൈമാൻ 1975 ജൂലൈ 11 അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജനിച്ചത്. അച്ഛൻ ഇറാഖ് വംശജനായ അമേരിക്കൻ, അമ്മ ലിത്വാനിയൻ വംശജനായ അമേരിക്കൻ. വിദ്യാഭ്യാസപരമായി മാനസികാരോഗ്യ മേഖലയിലെ ഒരു സൈക്യാട്രിക് ടെക്നീഷ്യനായാണ് അവർ പരിശീലനം നേടിയത്. പക്ഷേ അവരുടെ ജീവിതം ലോകശ്രദ്ധ നേടുന്നത് ഒരു മെഡിക്കൽ സംഭവത്തിലൂടെയായിരുന്നു. IVF-യും 14 കുട്ടികളും. നാത്യ സുലൈമാൻ വിവാഹിതയല്ലായിരുന്നു. സ്ഥിരമായ ജോലി പോലുമില്ലായിരുന്നു. എന്നിട്ടും IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ചികിത്സയിലൂടെ കുട്ടികളുണ്ടാകണം എന്നത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു. ആദ്യം വിട്രോ ഫെർട്ടിലൈസേഷൻ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞു തരാം. സാധാരണയായി അമ്മയുടെ ശരീരത്തിനുള്ളിൽ തന്നെ മുട്ടയും അഥവാ എഗ്, അച്ഛന്റെ വിത്തും അഥവാ സ്പേം ചേരും. IVF-ൽ ഇത് ലാബിൽ വെച്ചാണ് ചെയ്യുന്നത്. പിന്നീട് ആ കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റും. ഈ ട്രീറ്റ്മെന്റ് വഴി നാത്യ സുലൈമാന് 2001 മുതൽ 2007 വരെ 6 കുട്ടികൾ ജനിച്ചു. പക്ഷേ 2009 സംഭവിച്ചത് മെഡിക്കൽ ചരിത്രത്തിൽ തന്നെ അപൂർവമായിരുന്നു. ഒരേ സമയം 8 കുഞ്ഞുങ്ങൾ ഓക്ടോപ്ലറ്റ്സ് ആയി. ഇതോടെ അവരുടെ ആകെ കുട്ടികളുടെ എണ്ണം 14 ആയി. ഡോക്ടറും മെഡിക്കൽ വിവാദവും. ഈ IVF ചികിത്സ നടത്തിയത് മൈക്കൽ കാംറാവ എന്ന ഡോക്ടറായിരുന്നു. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ 12-ൽ കൂടുതൽ എംബ്രിയോകൾ ഒരേ സമയം സ്ഥാപിച്ചത് മെഡിക്കൽ ലോകം ഗുരുതര അനാസ്ഥയായി കണക്കാക്കി. ഇതിന്റെ ഫലമായി ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കി. IVF ചികിത്സാ നിയമങ്ങൾ അമേരിക്കയിൽ കൂടുതൽ കർശനമായി. ഈ സംഭവമാണ് IVF നൈതിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾക്ക് തുടക്കമിട്ടത്. സാമ്പത്തികവും സാമൂഹികവും ആയ വിമർശനങ്ങൾ. ഇത്രയും കുട്ടികളെ വളർത്താൻ വരുമാനം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ സാധിക്കും? ഈ ചോദ്യം അമേരിക്ക മുഴുവൻ ഉയർന്നു. സർക്കാർ സഹായങ്ങൾ സ്വീകരിച്ചു. പോഡ് സ്റ്റാമ്പ്സ്, വെൽഫെയർ സ്കീമുകൾ, ഇതെല്ലാം വലിയ ജനവിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഇത് ഉത്തരവാദിത്വമില്ലായ്മയല്ലേ? നികുതിദായകരുടെ പണം ദുരുപയോഗം ചെയ്യുന്നില്ലേ എന്ന ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ശക്തമായി ഉന്നയിച്ചു. മീഡിയ വിവാദങ്ങൾ, തകർച്ച. മീഡിയ ശ്രദ്ധയിൽ നിന്നും രക്ഷപ്പെടാൻ നാത്യക്ക് സാധിച്ചില്ല. റിയാലിറ്റി ഷോകൾ, അഭിമുഖങ്ങൾ, പുസ്തകങ്ങൾ. പക്ഷേ ജീവിതം തകർന്നപ്പോൾ അവർ അഡൽട്ട് എന്റർടൈൻമെന്റ് രംഗത്ത് ചുരുങ്ങിയ കാലം പ്രവർത്തിച്ചു. ഇത് അവരെതിരായ വിമർശനം ഇനിയും ശക്തമാക്കി. പിന്നീട് അവർ തുറന്നു പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചിന്തകൾ പോലും ഉണ്ടായിരുന്നു. പിന്മാറ്റവും മാറ്റവും. 2010 ശേഷം നാത്യ സുലൈമാൻ മീഡിയയിൽ നിന്ന് പിന്മാറി. കുട്ടികളുടെ സ്വകാര്യത, മാനസികാരോഗ്യ ചികിത്സ, സാധാരണ ജീവിതം, മതവിശ്വാസത്തിലേക്ക് തിരിഞ്ഞതായും മുൻ തീരുമാനങ്ങളിൽ ഖേദമുണ്ടെന്നും അവർ പറഞ്ഞു. ഇന്ന് അവരുടെ കുട്ടികൾ ആരോഗ്യവാന്മാരായി വളരുകയാണ്. നാത്യ സുലൈമാന്റെ കഥ ഒരു സ്ത്രീയുടെ കഥ മാത്രമല്ല, മെഡിക്കൽ ഉത്തരവാദിത്വം, IVF നൈതികത, മീഡിയയുടെ അതിക്രമം, സിംഗിൾ മാതൃത്വത്തിന്റെ യാഥാർത്ഥ്യം എന്നിവയെക്കുറിച്ചുള്ള ഒരു സാമൂഹിക മുന്നറിയിപ്പാണ്. ഒപ്റ്റമം ഒരു അത്ഭുതമോ ഒരു പിഴവോ? ഉത്തരം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള യഥാർത്ഥ കഥകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.